അയ്യപ്പ സംഗമ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം എന്ന് വിശദീകരിച്ച് സർക്കാർ. ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം സർക്കാർ നടത്തുന്ന 33 സെമിനാറുകളുടെ ഭാഗമാണ്. ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനം നിശ്ചയിക്കാനാണ് സെമിനാർ. UDF അധികാരത്തിലെത്തുമെന്ന പേടിയാണ് സർക്കാരിന്റെ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വിഷൻ 2031 എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ ജില്ലകളിലും വിവിധ സെമിനാറുകൾ നടത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ എത്തിയത്. ഇതുവരെ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങൾ, തുടർന്ന് ഇനി കൈവരിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ സെമിനാറുകളുടെ ഭാഗമായി വിശദമായി ചർച്ച ചെയ്യുക. 14 ജില്ലകളിലും സെമിനാറുകൾ ഉണ്ടാകും. ഓരോ വകുപ്പുകളുടെയും സെമിനാറുകൾ ഓരോരോ ജില്ലകളിലായിരിക്കും നടക്കുക. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സെമിനാർ നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം. ഈ സെമിനാറിന്റെ ഭാഗമായി ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ എത്തി നിൽക്കുന്നത്. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. 500 മുതൽ 1000 പ്രതിനിധികളാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുക. വിവിധ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകൾ ആ സെമിനാറിൽ പങ്കെടുക്കും. അവരുടെ ആവശ്യങ്ങൾ അറിയിക്കും. പലതരത്തിലുള്ള പദ്ധതികൾ ഈ വകുപ്പിൻ്റെതായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. സ്കോളർഷിപ്പ് ഉണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിൻ്റെ ആ കാര്യങ്ങളുണ്ട്, വിധവകൾക്കുള്ള സഹായത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്നു വരികയാണ്. അത് സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, ഇനി തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ ഭാഗമായി, ഈ സെമിനാറിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. ഏതായാലും അയ്യപ്പ സംഗമം പോലെ ബൃഹത്തായ ഒരു വേറിട്ട് നിൽക്കുന്ന സംഗമമല്ല ന്യൂനപക്ഷ സംഗമം. ഈ സെമിനാറിൻ്റെ ഭാഗമായി ആണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.